എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് IQ ഓപ്ഷനിൽ ഒരു അടിപൊളി സ്ട്രാറ്റജിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിൻ്റെ പേരെന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ് കേട്ടോ. സ്ട്രാറ്റജി എന്നോ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയാം. ഈ ഇൻഡിക്കേറ്ററിൻ്റെ പേരെന്ന് പറയുന്നത് MACD ഇൻഡിക്കേറ്റർ എന്നാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സിൽ പോയതിന് ശേഷം MACD എന്ന് നിങ്ങൾ ഒന്ന് അവിടെ നിന്ന് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ MACD തിരഞ്ഞെടുത്തു. എന്നിട്ട് ഒന്നും നോക്കാനില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഇതിൽ ഒരു മാറ്റവും നിങ്ങൾക്ക് വരുത്തേണ്ടതായിട്ടില്ല. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഇങ്ങനെ ആയിരിക്കും കാണുക. പിന്നെ നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസോ അതിൻ്റെ കളറും 1 മിനിറ്റും പിന്നെ ഈ ഓട്ടോ സ്കെയിലിംഗ് ഒക്കെ ഒന്ന് ഓഫാക്കി ഇടുക. ഞാൻ എൻ്റെ നേരത്തുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞാണ് ഇതൊക്കെ. ഞാൻ നേരത്തുള്ള വീഡിയോസ് ഞാൻ മേലെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടിട്ട് വരിക. ഒരു സ്ട്രാറ്റജിയും ഒരു ബിഗിനേഴ്സ് ഗൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു MACD ഇൻഡിക്കേറ്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. അപ്പോൾ ഈ താഴെ കാണുന്നതാണ് ഈ MACD ഇൻഡിക്കേറ്റർ എന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സിഗ്നൽ തരുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു 2 ലൈനും മുട്ടി ഇപ്പുറത്ത് ഗ്രീൻ ക്യാൻഡിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോൾ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അതായത് ഞാൻ ഒന്നും കൂടി പറയാം. അത് മുട്ടിയില്ല, അത് താഴെ വന്നു തോന്നുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാനപ്പോൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഡെമോ കൊണ്ടാണ് കുഴപ്പമില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഇതിൽ ഞാൻ കൊടുത്തു പോയതാണ്. പ്രോഫിറ്റായി ആകട്ടെ, കുഴപ്പമില്ല. ഈ ഒരു ഓറഞ്ച് ലൈൻ മേലെയുള്ള ഈ ഒരു വയലറ്റ് ലൈനാണ് തോന്നുന്നു. ഈ ഒരു വയലറ്റ് തന്നെയല്ലേ കളർ? ഈ ഓറഞ്ച് ലൈൻ ഈ വയലറ്റ് ലൈനെ ക്രോസ് ചെയ്ത് മേലോട്ട് പോകണം. അതേപോലെ ഈ ഒരു ബാറുകൾ കണ്ടില്ലേ മേലെ, ഈ ബാറിൽ ഗ്രീൻ കളർ ബാർ വരണം. അതായത് ഗ്രീൻ കളർ ബാറോ ആണെങ്കിൽ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ കൊടുത്ത് പോകാവുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ലൈൻ ഈ ഒരു വയലറ്റ് ലൈനിനെ ക്രോസ് ചെയ്ത് മേലോട്ട് പോകണം. അതേസമയം ഈ ബാർസിൽ, അതായത് ഈ ഒരു ഓസിലേറ്റർ പോലുള്ള ഈ ഒരു സംഭവത്തിൽ ഗ്രീൻ കളർ ബാർ വരണം. അപ്പം നിങ്ങൾക്കൊരു കോൾ ഓപ്ഷൻ കൊടുത്ത് പോകാവുന്നതാണ്. ഇതാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ. അപ്പോൾ ഈ ട്രേഡ് എന്തായാലും നമുക്ക് വിൻ ചെയ്യോ ഇല്ലയോ എന്ന് നോക്കാം. കാരണം ഞാൻ കറക്റ്റ് സിഗ്നലിലാണ് ഞാൻ ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വിൻ ചെയ്യോ ഇല്ലയോ എന്നത്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്താ കണ്ടില്ലേ, ഈ ലൈൻ അങ്ങോട്ട് ക്രോസ് ചെയ്ത് മേലോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഒരു 10 സെക്കൻഡിൽ ചിലപ്പോൾ പെട്ടെന്ന് ക്യാൻഡിൽ താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, പെട്ടെന്ന് താഴോട്ടും വരുന്നുണ്ട്. ഓ, രക്ഷപ്പെട്ടു തോന്നുന്നു. പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഞാൻ ഈ സ്ട്രാറ്റജി കാട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കണം അവിടെ എനിക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ചാർട്ട് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പൊസിഷൻ കിട്ടുക എന്ന് ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഓറഞ്ച് ലൈൻ പുട്ട് ഓപ്ഷൻ കൊടുക്കേണ്ട സ്ഥലമാണ് ഞാൻ പറയണത്. അതായത് ഈ ഒരു ഓറഞ്ച് ലൈൻ ഈ വയലറ്റ് ലൈനെ ക്രോസ് ചെയ്ത് താഴോട്ട് വന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഓസിലേറ്റർ ഈ ഒരു ബാറിൽ ഒരു റെഡ് കളർ ബാറും താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുട്ട് ഓപ്ഷൻ കൊടുക്കാം. എന്താ കണ്ടില്ല, ഇവിടെ ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റ് ടൈമിങ്ങിൽ രണ്ടും നോക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് വിൻ ചെയ്തിട്ടുണ്ടാവും. മാക്സിമം നിങ്ങൾ എക്സ്പിറേഷൻ ടൈം മേലെന്ന് നിങ്ങൾക്ക് 1 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ, അതായത് നിങ്ങളുടെ അനലൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റിൽ പ്രോഫിറ്റ് വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ടൈം അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ ഇവിടെ ഈ ഓറഞ്ച് ലൈൻ വയലറ്റ് ലൈനെ ക്രോസ് ചെയ്ത് മേലോട്ട് പോയി. മേലെ അതേപോലെ ഒരു ഗ്രീൻ കളർ ബാറും വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, മേലൊരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ സ്ട്രാറ്റജി. സിമ്പിൾ സ്ട്രാറ്റജിയാണിത്. ഒരു ഉദാഹരണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഓറഞ്ച് പുട്ടിൻ്റെയാണ്. ഈ ഒരു ഓറഞ്ച് ലൈൻ ഈ വയലറ്റ് ലൈനെ ക്രോസ് ചെയ്ത് താഴോട്ട് വന്നു. അതേപോലെ താഴോട്ട് തന്നെ ഒരു ഗ്രീൻ ബാറും അവിടെ വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്ററിൽ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്ട്രാറ്റജി. ഒരു എളുപ്പമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ പിന്നെയും ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നൊരു കോൾ ഓപ്ഷൻ കൊടുത്ത് പോവാം. കണ്ടില്ലേ, ഈ ഒരു ഓറഞ്ച് ലൈൻ വയലറ്റ് ലൈനെ ക്രോസ് ചെയ്തു.
അതേപോലെ ബാറിലും ഒരു ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ പൊന്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ കൊടുത്തു. നിങ്ങളിത് ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ റിയൽ അക്കൗണ്ടിലിട്ട് ട്രൈ ചെയ്യാതിരിക്കുക. ആദ്യം പ്രാക്ടീസ് അക്കൗണ്ടിൽ പോയിട്ട് സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇതിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 90% ആണ്. അതായത് നമുക്ക് ഒരിക്കലും 100% ഉറപ്പ് തരാൻ പറ്റില്ല ഈ ട്രേഡ് ഇത് വിൻ ചെയ്യും, ഈ ഇൻഡിക്കേറ്റർ വിൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് ഈ മാർക്കറ്റ് ഇവിടെ കാണാൻ സാധിക്കും, മൊത്തം സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, വലിയ മൊമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ മൊമെൻ്റ് ഉള്ള ഒരു മാർക്കറ്റിൽ നിങ്ങളിത് ചെയ്യുക. ഇത് ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. ചിലപ്പോൾ എനിക്ക് ലോസ് കിട്ടും, കാരണം മാർക്കറ്റിന് വലിയ മൊമെൻ്റ് ഒന്നും ഇല്ല ഈ ടൈമിൽ. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കണ്ടില്ല, ക്യാൻഡിൽസ് ഒന്നും പൂർണ്ണമായിട്ടില്ല, മൊത്തം ഒരു സ്റ്റേബിൾ റെസ്റ്റ് പൊസിഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ നല്ല മൂവ്മെൻ്റ് ഉള്ള ഒരു മാർക്കറ്റിൽ ഇത് ചെയ്യുക. അപ്പോൾ അതൊന്ന് എന്തായി നോക്കാം, ഈ ട്രേഡ് ഒന്ന് എന്തായി നോക്കാം. അതിനൊരു 10 സെക്കൻഡ് ഉണ്ട്. ഇല്ല, ഈ ട്രേഡ് പോകുമെന്ന് തോന്നുന്നു. കാരണം മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റേബിൾ പൊസിഷനിലാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ ട്രേഡ് ലോസ് ആയത്. അതുകൊണ്ട് നിങ്ങൾ ഇൻഡിക്കേറ്ററിൻ്റെ പ്രശ്നമാണെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഡെമോ അക്കൗണ്ടിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സക്സസ് ആയെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒരു 2-3 വട്ടം ശ്രമിക്കുക. ചെയ്തിട്ട് സക്സസ് ആയെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ ഇന്ന് രാവിലെ, അതായത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് നേരം മുന്നേ ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് ഒരുപാട് ട്രേഡ് ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം തരുന്നുണ്ട്. എനിക്ക് ആ ടൈമിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തെ ഈ ഒരു ടൈമിൽ ആ വീഡിയോയിൽ ശ്രദ്ധിക്കാം. ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നാണ് ഞാൻ ആ ട്രേഡുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വിൻ ചെയ്തതിൻ്റെയൊക്കെ. അപ്പം നിങ്ങൾക്ക് അത് കണ്ടിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം അത് എങ്ങനെയാണ് അത് വിൻ ചെയ്തതെന്നൊക്കെ. അപ്പം അത് ഞാൻ ആ വീഡിയോൻ്റെ അവസാനം ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇനി അത് വീഡിയോൻ്റെ അവസാനം സ്ക്രീൻഷോട്ടിലോട്ട് പോകാം നമുക്കിനി. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ടിൽ കാണാനായിട്ട് സാധിക്കും, ഈ ഒരു ഓറഞ്ച് ലൈൻ ഈ വയലറ്റ് ലൈനിനെ ക്രോസ് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ റെഡ് കളർ ബാറുകൾ 3 താഴോട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതേ സമയം നോക്കുക, മേലെയും കണ്ടില്ലേ ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതായത് റെഡ് ക്യാൻഡിലാണ് താഴോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് എക്സ്പിറേഷൻ ടൈം വെച്ചിട്ട് ട്രേഡ് ചെയ്തു. ആ ട്രേഡ് എനിക്ക് വിന്നായിട്ടുണ്ട്, കാരണം ഇത് അടിപൊളിയായിട്ട് സിഗ്നൽ തന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ ട്രേഡ് വിന്നായത്. പിന്നെ ഇതിലും നിങ്ങൾ കാണാനായിട്ട് സാധിക്കും, മറ്റേ ഓറഞ്ച് ലൈന് ഈ വയലറ്റ് ലൈനെ ക്രോസ് ചെയ്ത് താഴോട്ട് വന്നു. അതേപോലെ ഒരു റെഡ് കളർ ബാറും താഴെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മേലെയും ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ കൊടുത്തു. കഴിഞ്ഞ ട്രേഡ് കാണിച്ചു തന്ന പോലെ തന്നെ പുട്ട് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ എനിക്ക് ആ ട്രേഡും വിന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ അതേപോലെ ഈ ഒരു വയലറ്റ് ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഈ ഓറഞ്ച് ലൈൻ മേലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഒരു ഗ്രീൻ കളർ ബാറും അവിടെ ഫോം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, വലിയൊരു ഗ്രീൻ കളർ ബാറ് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സിഗ്നൽ ആയതുകൊണ്ട് തന്നെ കോൾ ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ എനിക്ക് ആ ട്രേഡും വിന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും എക്സ്പിറേഷൻ ടൈം 1 മിനിറ്റ് ആണ്. പിന്നെ അതേപോലെ ഇതിലും ഈ വയലറ്റ് ലൈനെ ക്രോസ് ചെയ്തുകൊണ്ട് ഓറഞ്ച് ലൈൻ മേലോട്ട് പോയി. അതിനനുസരിച്ച് തന്നെ ഉള്ള ഒരു ക്യാൻഡിലും ബാറും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ കൊടുത്തു. കോൾ ഓപ്ഷൻ കൊടുത്തപ്പോൾ ഇതിൽ നിന്നും എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ ഇതിനും എനിക്ക് പ്രോഫിറ്റാണ്. പിന്നെ അതേപോലെ ഒന്നും കൂടി വയലറ്റ് ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഓറഞ്ച് ലൈൻ മേലോട്ട് പോയി. അതേപോലെ ആ ബാറിലും ഗ്രീൻ കളർ ഇത് ഫോമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഞാനൊരു കോൾ ഓപ്ഷൻ കൊടുത്തു. കോൾ ഓപ്ഷൻ കൊടുത്തപ്പോൾ അത് കറക്റ്റായി ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതിനെ പോലെ തന്നെ മേലെ പോയി. പിന്നെ ആ ട്രേഡിങ് ഞാൻ വിൻ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നല്ല നല്ല സ്ട്രാറ്റജി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഇതൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ റയറായിട്ടായിരിക്കും ആൾക്കാർ കാണുന്നത്, കാരണം എനിക്ക് വാച്ച് ടൈമും വ്യൂസൊക്കെ കമ്മിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് അവസാനം വരെ കണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടിട്ട് പോവുക. ഞാൻ അവസാനം വരെ കണ്ടത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ട് പോവുക. അപ്പോൾ എനിക്കതൊരു സന്തോഷമായിരിക്കും, നിങ്ങളെങ്കിലും കാണുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.